വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ടൈപ്പ് സ്പെസിമെൻസിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. എപ്പോഴും എല്ലാവർക്കും കൺഫ്യൂഷൻ ആവുന്ന ഒരു ഭാഗമാണിത്. എപ്പോഴും തെറ്റിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പം നമുക്കത് വിശദീകരിച്ച് നോക്കി നോക്കാം. ടൈപ്പ് സ്പെസിമെൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്കും? ഈ പ്ലാന്റ്സിൻ്റെ ക്ലാസിഫിക്കേഷനിൽ ഒരു സയൻറ്റിഫിക് നെയിമിനെ നിർവചിക്കുന്ന മാതൃകാ സസ്യങ്ങളെ സൂചിപ്പിക്കുന്ന കുറച്ച് ടേംസാണ് അല്ലെങ്കിൽ പദങ്ങളാണ് ഇത് ടൈപ്പ് സ്പെസിമെൻസ് എന്ന് പറയുന്നത്. ഇനി ഇതിലാദ്യത്തെ ഹോളോടൈപ്പാണ്. ഹോളോടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് നോക്കാം. മലയാളത്തിൽ നമുക്കിതിനെ പ്രാഥമിക മാതൃക എന്ന് പറയാം. ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരു പുതിയ സസ്യത്തെ വർഗീകരിച്ചുകൊണ്ട് ആദ്യമായി പ്രസിദ്ധീകരിക്കുമ്പോൾ ആ സസ്യത്തെ പ്രതിനിധീകരിക്കാൻ എഴുത്തുകാരൻ തന്നെ തിരഞ്ഞെടുക്കുന്ന ഏക മാതൃകയാണ് ഹോളോടൈപ്പ് എന്ന് പറഞ്ഞാൽ. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം, ഒരു പുതിയ ചെടിയെക്കുറിച്ച് എഴുതുമ്പോൾ ആ ശാസ്ത്രജ്ഞൻ തന്നെ സ്വന്തം കൈകൊണ്ട് തിരഞ്ഞെടുത്ത് വയ്ക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒറിജിനൽ ചെടി, ഇതാണ് ആ പേരിൻ്റെ ഉടമ. ഹോളോടൈപ്പ് ക്ലിയർ ആയോ? ഇനി നമുക്ക് ഐസോടൈപ്പ് നോക്കാം. സമാന്തര മാതൃകയാണിത്. ഹോളോടൈപ്പ് എടുത്ത അതേ സസ്യത്തിൽ നിന്ന് തന്നെ ഒരേ സമയം ശേഖരിച്ച മറ്റു മാതൃകകളാണ്. ഹോളോടൈപ്പ് എടുത്ത അതേ സ്ഥലത്ത് നിന്ന് അതേ സമയത്ത് തന്നെ ശേഖരിച്ച അതിൻ്റെ തന്നെ തനി പകർപ്പുകളാണ് ഐസോടൈപ്പ് എന്ന് പറയാം. ഇപ്പോൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നമുക്കിനി ലെക്ടോടൈപ്പിലേക്ക് പോവാം. ഒറിജിനൽ എഴുത്തുകാരൻ ഹോളോടൈപ്പ് ഏതാണെന്ന് വ്യക്തമാക്കിയിരുന്നില്ലെങ്കിൽ പിന്നീട് മറ്റൊരു ഗവേഷകൻ ആ പഴയ ശേഖരത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു മാതൃകയാണ് ഇത് ലെക്ടോടൈപ്പ്. ഇനി വേറൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഹോളോടൈപ്പ് ഇല്ലാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഒറിജിനൽ വിവരണം നൽകിയപ്പോഴോ ഹോളോടൈപ്പിനെ നിശ്ചയിച്ചിട്ടില്ലെങ്കിലോ പിന്നീട് ലഭ്യമായ തെളിവുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന മാതൃകയാണ് ഇത് ലെക്ടോടൈപ്പ്. ക്ലിയർ ആയില്ലേ? ഇനി സിൻടൈപ്പ് എന്താ നോക്കാം. ഒറിജിനൽ വിവരണത്തിൽ ഹോളോടൈപ്പിനെ നിശ്ചയിക്കാതെ ഒരേ സമയം സൂചിപ്പിക്കപ്പെട്ട ഒന്നിലധികം മാതൃകകളിൽ ഒന്നാണ് ഇത് സിൻടൈപ്പ്. സഹമാതൃക എന്ന് പറയും. ഇനി നമുക്ക് പാരാടൈപ്പ് അല്ലെങ്കിൽ അനുബന്ധ മാതൃക എന്താണെന്ന് നോക്കാം. ഹോളോടൈപ്പോ ഐസോടൈപ്പോ അല്ലാത്തതും ഒറിജിനൽ വിവരണത്തിൽ പരാമർശിച്ചിരിക്കുന്നതുമായിട്ടുള്ള മറ്റു മാതൃകകളെയാണ് എന്ത് പറയുന്നത്? പാരാടൈപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? ഹോളോടൈപ്പോ ഐസോടൈപ്പോ അല്ലാത്തതും ഒറിജിനൽ വിവരണത്തിൽ പരാമർശിച്ചിരിക്കുന്നതുമായിട്ടുള്ള മറ്റു മാതൃകകൾ. പിന്നെ നിയോടൈപ്പ് ഉണ്ട്. നിയോ എന്ന് പറയുമ്പോൾ പുതിയത് എന്നുള്ളൊരർത്ഥം, പുതിയ മാതൃക. അവിടെ പറയുന്നത് പഴയ മാതൃകകളെല്ലാം നഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ പിന്നീട് പകരം വയ്ക്കുന്ന പുതിയൊരു മാതൃക, അതാണ് നിയോടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒറിജിനലായി ഉണ്ടായിരുന്ന എല്ലാ ചെടികളും നശിച്ചു പോയി എന്ന് വിചാരിക്കുക. അപ്പോൾ ആ പേര് നിലനിർത്താൻ വേണ്ടി പിന്നീട് എവിടെ നിന്നെങ്കിലും ശേഖരിച്ച് പകരം വയ്ക്കുന്ന മറ്റൊരു ചെടി, അതാണ് ഇത് നിയോടൈപ്പ്. മനസ്സിലായല്ലോ? ലെക്ടോടൈപ്പ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. ലെക്ടോടൈപ്പ് ഒറിജിനൽ എഴുത്തുകാരൻ ഹോളോടൈപ്പ് ഏതാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് മറ്റൊരു ഗവേഷകൻ ആ പഴയ ശേഖരത്തിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരു മാതൃകയാണ് ഇത് ലെക്ടോടൈപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഒരു ഉദാഹരണം വെച്ച് പറയുകയാണെങ്കിൽ, നിങ്ങളൊരു പുതിയ ചെടി കണ്ടുപിടിച്ചു, അതിന് എക്സ് എന്ന് പേരിട്ടു. ഏറ്റവും ഭംഗിയുള്ളൊരു ചെടി വെട്ടിയെടുത്ത് നിങ്ങളൊരു പേപ്പറിൽ ഒട്ടിച്ച് ഹെർബേറിയം ഷീറ്റ് ഉണ്ടാക്കുമല്ലോ, അതാണ് ഹോളോടൈപ്പ്. അപ്പോൾ ഹോളോടൈപ്പ് എന്ന് പറയുന്നത് ഹെർബേറിയം ഷീറ്റ് നിങ്ങൾ ഒറിജിനലായിട്ട് ഉണ്ടാക്കുന്നതാണ് ഇത് ഹോളോടൈപ്പ്. ഇനി ആ സമയത്ത് തന്നെ നിങ്ങൾ ഒരേപോലെയുള്ള 5 ചെടികൾ കളക്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ബാക്കി 4 എണ്ണമാണ് എന്ത് ഐസോടൈപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് എന്തായാലും ഇതിൽ ഏതെങ്കിലും ഒരെണ്ണത്തൊന്ന് ചോദിക്കും എന്നുള്ള കാര്യം ഷുവറാണ്. ചോദ്യം നന്നായി മനസ്സിലാക്കിയിട്ട് വേണം ഉത്തരം എഴുതാൻ. ഇതെല്ലാം ക്ലിയർ ആയി എന്നുണ്ടെങ്കിലും ചിലപ്പോൾ ചോദിക്കുമ്പോൾ കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായി മനസ്സിലാക്കിയിട്ട് ഉത്തരം എഴുതുക. നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത് ഹോളോടൈപ്പ്, ഐസോടൈപ്പ്, ലെക്ടോടൈപ്പ്, സിൻടൈപ്പ്, പാരാടൈപ്പ്, നിയോടൈപ്പ് തുടങ്ങിയതൊക്കെയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തോളൂ, സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും. കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്തോളൂ. ഏതെങ്കിലും പുതിയ കണ്ടൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു.